കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. മുല്ലമുറ്റത്ത് താമസിക്കാൻ ഇവിടെ ഉള്ളവരെ സമ്മതിക്കുമെന്ന് ഗീതേച്ചിക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കില്ല. വാര്യരങ്ങളുടെ മറ്റും പിന്തുണ കിട്ടുമെങ്കിലും അവർക്ക് എന്നും ഈ വിഷയത്തിന്റെ പിന്നാലെ നടക്കാൻ പറ്റുമോ? രമേശ് ചേട്ടന്റെ അച്ഛനും അമ്മയും നിരന്തരമായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നിനക്ക് പോകാൻ അവകാശപ്പെട്ട മറ്റൊരിടം ഉള്ളത് മറക്കണ്ട. ഗിരിയുടെ വീട്. അവിടെ നിനക്ക് ചെന്ന് താമസിക്കാം. അവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി. അനിശ്ചിതത്വത്തിലാ അമ്മയും മക്കളും. ഉള്ളതെല്ലാം വിറ്റിട്ട് ഗിരിയെ ഗൾഫിലയക്കാൻ അവര് പണം സ്വരൂപിച്ചത്. ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ അവര് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. അതിനിടയിലേക്ക് ഞാൻ കൂടി. തന്നെയുമല്ല, ഗിരിയുടെ അമ്മ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തൊക്കെ തർക്കങ്ങളും എതിർപ്പുകളും പറഞ്ഞാലും നീ അവിടെ താമസിക്കേണ്ടവളല്ലേ? അവരുടെ മോനെ ഉദ്ദേശിച്ചല്ലേ നീ എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയത്? കഴുത്തിൽ ഗിരി അണിയിച്ച ഒരു താലിയില്ലെന്നുള്ള കുറവല്ലേ ഉള്ളൂ. അതിലും വലിയൊരു മുദ്ര ഗിരി സമ്മാനിച്ചത് ഗീതേച്ചി അറിയുന്നില്ലല്ലോ. അധികം വൈകാതെ എല്ലാവരെയും അറിയിക്കേണ്ടി വരും. ഗംഗ എന്താ ആലോചിക്കുന്നത്? കഷ്ടപ്പാടുകൾ ഉണ്ടായ സഹിക്കണം മോളെ. എന്തായാലും ഇവിടെയുള്ളത്ര ദുരിതം അവിടെ കാണില്ല. ഒന്നുമല്ലെങ്കിലും ആഹാരത്തിന്റെ പിച്ചക്കണക്ക് പറയില്ല. എന്ത് വന്നാലും നേരിടുമെന്ന് മനസ്സിലുറപ്പിച്ച് നീ പോണം. നാളെ ഒരിക്കൽ അതിന്റെ ഫലം നിനക്ക് കിട്ടും. ഗിരി എന്നെങ്കിലും വരാതിരിക്കില്ലല്ലോ. അപ്പൊ എല്ലാം ശരിയാവും. ഇന്നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറി നല്ല കാലം ഉണ്ടാവും. ഗിരിയുടെ വീട്ടിലെ അന്തരീക്ഷം ചേച്ചിക്ക് നേരിട്ട് അറിയാത്തതുകൊണ്ടാ ഞാൻ വീണ്ടും ചെല്ലുക എന്ന് പറഞ്ഞാ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. നീ ഒറ്റയ്ക്ക് പോണ്ട. വാര്യരംഗള് കൂടെ വരും. വാര്യരംഗള് സംസാരിച്ചോളും. ആർക്കും മുഷിച്ചിൽ തോന്നാത്ത വിധത്തിൽ സംസാരിക്കാൻ പുള്ളിക്കാരനറിയാം. അതിനുള്ള നയമൊക്കെ ഉണ്ട്. അങ്കിള് സംസാരിച്ച് ശരിയാക്കും. നീ കൂടെ നിന്നാ മതി. അത് മതി ഗംഗേ. പിഴച്ചവൾ ഒറ്റ നിമിത്തവാ എന്റെ ചെറുക്കൻ ഈ ഗതി വന്നത്. ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല.
അവരും പെട്ടോളും. അമ്മ ഇവിടെ നിന്ന് പ്രാഗിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്തോ ചെയ്യണം? അവളവിടെ സുഖിച്ച് വാഴയിരിക്കും. അധികം നാൾ അവളുടെ സൂഹിക്കത്തില്ലടി. അതിന് ഞാൻ സമ്മതിക്കാല. ആ മാരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഗിരിയെ ഞാൻ പേർഷ്യക്ക് അയച്ചത്. ഈ തലയിൽ കൈയടിച്ച് സത്യം ചെയ്തിട്ട് പോയ പോക്ക. എല്ലാ പേർഷ്യക്കാരും വെള്ളിയാഴ്ച തോറുമെങ്കിലും നാട്ടിലേക്ക് വിളിക്കും. ഇതിപ്പോ എത്ര വെള്ളിയാഴ്ച കഴിഞ്ഞു? ഒരനക്കവും ഇല്ല. ബാക്കിയുള്ളവരിവിടെ തീ തിന്നുവാ. എന്നവന്റെ തലയിലായി എന്തിനവള് കേറി പറ്റിയോ അന്ന് തുടങ്ങിയ ഗ്രഹപ്പഴയാ. എന്നിട്ട് അവള് സുഖിച്ചു വാഴുവന്നോ? നീ ഒന്ന് ചുമ്മാ ഇരി സുലോയനെ. അമ്മേ, പവിത്രേട്ടൻ വിളിക്കുന്നു. MLA കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാ മതിയോ? പവിത്രൻ ഒരുങ്ങിയോ? എവിടെയെങ്കിലും പോകാൻ അങ്ങേർക്ക് എന്തായാലും വലിയ ഉത്സാഹം. MLA കാണാനുള്ള അനുവാദവും സമയം പവിത്രനല്ലേ വാങ്ങിയത്? അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ നിന്റെ നായരെ കൊണ്ട്. MLAക്ക് കൊടുക്കാനുള്ള പരാതിക്കകത്ത് ഗിരിയുടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടോ വച്ചേ? എല്ലാം ഉണ്ടമ്മേ. ഇവിടുന്ന് പുറപ്പെട്ട തീയതി, ബോംബെയിൽ നിന്നുള്ള ഫ്ലൈറ്റിന്റെ സമയം, ദുബായിൽ ചെല്ലുമെന്ന് പറഞ്ഞ സമയം അതുവരെ കാണിച്ചിട്ടുണ്ട്. അത്രയല്ലേ നമുക്കറിയൂ. MLA അന്വേഷിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറിയണേ എന്റെ ഭഗവതി. ഞാനൊരു ചുറ്റുവിളക്ക് നടത്തിയേക്കാവേ. അമ്മ വേലൊക്കെ കഴിയിട്ട് എളുപ്പം ഒരുങ്ങ്. MLA പറഞ്ഞ സമയത്ത് ചെല്ലേണ്ടതാ. റെഡിയാവും. എവിടെയാ നിന്റെ മമ്മി? ഞാൻ എത്ര നേരമായി റെഡിയായി നിൽക്കുകയാണ് നിനക്കറിയാം. അമ്മ മേലേറിയിട്ട് ഇപ്പം വരും. ദാക്ഷായണി തള്ളച്ചിയുടെ സമയത്തിനല്ല അപ്പോയിന്റ്മെന്റ്, MLAയുടെ സമയം നോക്കിയാ. അമ്മ ഉടനെ വരുമെന്നേ. ദേ, എന്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് MLA ആയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയത്. അത് നീ മറക്കണ്ട. അത്ര സ്വാധീനം ഉണ്ടോ നിങ്ങൾക്ക്? എന്താ സംശയമുണ്ടോ? എങ്കിൽ MLAയോട് പറഞ്ഞ് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാത്ത എന്താ? സസ്പെൻഷൻ അത് പിന്നെ എന്താ പറ്റില്ലേ? അത്തരം ചീള് കേസുകൾ MLAയുമായി ചർച്ച ചെയ്യുന്നത് എന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നല്ല. ഓ പിന്നെ MLAക്ക് മുകളിൽ പിടിപാടുള്ളവനാ ഞാൻ. ആ സ്വാധീനം ഉപയോഗിച്ച് സസ്പെൻഷൻ താമസമില്ലാതെ ഞാൻ പിൻവലിക്കുന്നുണ്ട്. എന്നിട്ട് ഇഹപര്യന്തം ശമ്പളത്തോടു കൂടി പവിത്രൻ KSEBയിൽ തിരിച്ചു കയറും. ഇതപര്യന്തമല്ല, ജീവപര്യന്തം നിങ്ങൾക്ക് കിട്ടാൻ പോകും. സുലോനെ, വോൾട്ടേജ് കൂടുതലുള്ള ഒരു ഡയലോഗും പറയാതെ. വൈദ്യുതി ബോർഡിന്റെ ചെമ്പ് കമ്പി കട്ടിവെറ്റ് കള്ളുകുടിച്ച കാര്യം അറിഞ്ഞാലേ നിങ്ങളെ MLA ആ നിമിഷം പിടിച്ച് ജയിലിലിടും. നീ ഇത് പറയണം, അതിപ്പോ തന്നെ പറയണം. പുറപ്പെട്ടു പോയ നിന്റെ ആങ്ങളെ കണ്ടുപിടിച്ച് തരണേ എന്ന് MLAയോട് അപേക്ഷിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു അളിയനാണ് ഞാൻ. പോകുന്നത് എന്റെ അമ്മയാ, നിങ്ങൾ വെറും വഴികാട്ടിയ, അത്രേ ഉള്ളൂ. പോകാം പവിത്ര. ഗിരിയെ പറ്റി അറിയാൻ എന്തെങ്കിലും ചെയ്യണേന്ന് MLAയോട് കരഞ്ഞപേക്ഷിക്കണേ അമ്മേ. നമുക്കിനി അദ്ദേഹമേ ഉള്ളൊരു ആശ്രയം. തന്നാൽ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്തു തരും. കാരണം ഞാനാ കൂടെ പോകുന്നത്. MLA എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിന്റെ അമ്മ വരുമ്പോ ചോദിച്ചു മനസ്സിലാക്കണം. ഓ സമ്മതിച്ചു. പരാതി എഴുതിയത് എടുത്തിട്ടുണ്ടോ അമ്മേ? എല്ലാ ഇതിനകത്തുണ്ട്. എന്നാ ഇറങ്ങട്ടേടി. ശരി, എന്നാ നടക്ക്. അവര് പോയോ ചേച്ചി? കാര്യം നടന്നാ മതിയായിരുന്നു. MLAക്ക് അമ്മയോട് സഹതാപം തോന്നിയ അദ്ദേഹം ശ്രമിക്കാതിരിക്കില്ല. ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ MLA നമ്മളെ സഹായിക്കുമായിരിക്കും അല്ലേ ചേച്ചി? സുലോചന ചേച്ചി, എന്താ ഇത്ര ആലോചന? ഞാൻ വിചാരിക്കായിരുന്നു ഗിരി ഇവിടെ നിന്ന് പോയതിൽ പിന്നെയുള്ള കൃത്യമായിട്ട് ഒരു വിവരം നമുക്കറിയില്ല. വെറും ഒരു പരാതി എഴുതി കൊടുത്താൽ എവിടെ നിന്ന് അന്വേഷണം തുടങ്ങാനാണ്? അതേസമയം ഗിരിയുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ നമ്പറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ എളുപ്പമായിരുന്നു. നമ്മൾ എവിടുന്ന് ഫോൺ നമ്പർ സംഘടിപ്പിക്കാനാണ്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് ഗിരിയെ വിളിക്കായിരുന്നല്ലോ. ഗംഗ ഇപ്പൊ എവിടെയായിരിക്കും? പെട്ടെന്നെന്താ അങ്ങനെ ഒരു ചോദ്യം? നമ്മൾ പറഞ്ഞു വന്നതും ഗംഗയുമായി എന്താ ബന്ധം? ഞാൻ ചോദിച്ചതാ, നിനക്കറിയാതിരിക്കില്ല. ഗംഗ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് ചേച്ചിക്ക് അമ്മയ്ക്ക് ഉപദ്രവിക്കാനായിരിക്കും. നീ എന്തിനാ എങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെ ആളുകളെ ഉപദ്രവിക്കാൻ നടക്കുകയാണോ ഞാനും അമ്മയും? വല്ലവരെയും ദ്രോഹിക്കാൻ ചെന്നാലേ വിവരം അറിയും. ഗംഗയാവുമ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ആര് പറഞ്ഞു?
അവക്ക് ചോദിക്കാനും പറയാനും ഗിരിയില്ലേ? പിന്നെ നാത്തൂന്റെ സ്ഥാനം സ്വയം ഏറ്റെടുത്ത് നീയും. അത് ശരി. കുറച്ച് മനസ്സിലാക്കിയതും ബാക്കി ഊഹിച്ചെടുത്തതും ചേർത്ത് എന്തൊക്കെയോ നിഗമനങ്ങളിൽ എത്തിയിരിക്കുക ചേച്ചി. കൊള്ളാം. കുറച്ച് മനസ്സിലാക്കിയതിൽ സത്യമുണ്ടെന്ന് നീ സമ്മതിച്ചു. എങ്കിൽ പറ, ഗംഗ ഇപ്പൊ എവിടെയാ ഉള്ളത്? അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണെന്ന് പറ. ഒന്നിനും അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. ഒന്നുമില്ലെങ്കിലും എന്റെ ആങ്ങളെ സ്നേഹിച്ച പെണ്ണല്ലേ. ഓ, ഇപ്പോഴാണോ ആ തിരിച്ചറിവുണ്ടായത്? നീ ഇങ്ങനെ മുട്ടാത്തർക്കം പറയാതെ അറിയെങ്കിൽ പറ. ഗംഗ ആലപ്പുഴയുണ്ട്. ഇപ്പൊ അവളുടെ കുടുംബ വീട്ടിൽ തന്നെ തിരിച്ചു ചെന്നു. ഇപ്പൊ അവിടെയാ താമസം. നീ അവളെ വിളിച്ചിരുന്നോ? ആ, വേണ്ടപ്പെട്ട ഒരാളുടെ അത്യാവശ്യ വിവരങ്ങൾ അറിയാൻ തമ്മിൽ ഫോൺ ചെയ്യണമെന്നില്ല. ആത്മാർത്ഥമായി ഒന്ന് ശ്രമിച്ചാ മതി. വേറെന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു ചേച്ചിക്ക്. നമ്മളെ വെറുതെ സംശയിച്ചിട്ടെന്താ? എന്നാലും എന്നോട് പറയാവുന്നതാണെങ്കിൽ പറ. എനിക്ക് നിന്നെ പോലെ ഒളിച്ചു വെക്കാനൊന്നുമില്ല. മറ്റൊന്നുമല്ല, ഗിരിയും ഗംഗയും തമ്മിൽ ഫോൺ വിളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നോടും അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാ അവൻ ഇങ്ങോട്ട് വിളിക്കാത്തതെന്നും മനസ്സിലായി. എന്താ, ശരിയല്ലേ? ഞാൻ നിഷേധിക്കുന്നില്ല. ആലോചിച്ചു നോക്കുമ്പോ അതിന് സാധ്യതയുണ്ടെന്ന് തോന്നുകയും ചെയ്തു. അല്ലാതെ നേരിട്ടറിയില്ല. അറിയാമെന്നും അറിയില്ലെന്നും ഞാൻ പറയില്ല. ചേച്ചി സംശയിക്കുന്നത് പോലെ അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയണമെന്നില്ല ഗംഗ. എല്ലാം എന്ന് വെച്ചാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ, ഗംഗയെ നിങ്ങൾ കൈകാര്യം ചെയ്ത രീതി, അതൊരിക്കലും അതുപോലെ ഗിരിയുടെ മുന്നിൽ ഗംഗ അവതരിപ്പിക്കില്ല, ഫോണിലാണെങ്കിൽ പോലും. കാരണം ആ കുട്ടിക്ക് സംസ്കാരമുണ്ട് എന്ന് കരുതി സൂചിപ്പിക്കാതിരിക്കില്ല. അത് ഗംഗയുടെ ഉത്തരവാദിത്വമാണ്. കാരണം അവളോട് മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന ഗിരിയേട്ടന്റെ കുഞ്ഞിനോട് കൂടിയാ നിങ്ങൾ ക്രൂരത കാണിച്ചത്. ഗിരിയേട്ടൻ എന്നല്ല ഒരാളും അത് ക്ഷമിക്കില്ല. പ്രത്യേകിച്ച് ഗിരിയേട്ടൻ നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ ഗംഗയെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടവരാണ് നിങ്ങളെന്ന് ഓർക്കണം. നീ എന്നെ അമ്മയും പ്രതികൂട്ടി നിർത്തുകയാണോ? സാധ്യത പറഞ്ഞതാണ്. അമ്മയുടെ മോൻ, ചേച്ചിയുടെ ആങ്ങള, ഈ പറയുന്ന ഗിരി ഗംഗയെ എത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആ ബന്ധം മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ വേണ്ടി അമ്മ ആത്മഹത്യാ ഭീഷണി വരെ നടത്തി. തൽക്കാലത്തേക്ക് ഈ വീടിനെ കരുതി മറക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ വിട്ടുകളയാൻ ഗിരിയേട്ടന് കഴിയില്ല. അതിന്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഗിരിയേട്ടൻ ഗംഗയെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് വിളിക്കാതിരിക്കുന്നതിലും ഞാൻ ഗിരിയേട്ടനെ കുറ്റപ്പെടുത്തുന്നുമില്ല. അയ്യോ, എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി, ഞാൻ ഇറങ്ങാ ചേച്ചി. വാരങ്കിളിനെ കണ്ടിട്ട് വരാം. എനിക്കൂടി വരണമെന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാരമില്ല, ഞാൻ പോയിക്കോളാം. വാര്യരങ്കിളിനെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ബോധിപ്പിക്കണേ. എന്നിട്ട് നാളെ തന്നെ ഗിരിയുടെ വീട്ടിലേക്ക് പോകാൻ സമ്മതിപ്പിക്കുകയും വേണം. വിവരങ്ങൾ കേൾക്കുമ്പോ അങ്കിളിന് മനസ്സിലാവും. ഈ ദുരിതക്കയത്തിൽ നിന്ന് നീയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവൂ. അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയുള്ളൂ. പറയാൻ വരട്ടെ ചേച്ചി. ഗിരിയുടെ വീട്ടിലെ പ്രതികരണത്തെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അനുഭവിച്ചതുകൊണ്ടാ പറയുന്നത്. അതിനല്ലേ വാര്യരങ്കിളിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അതിനൊരു ഉത്തരവാദിത്വം വരും. എന്തുണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുക്ക. വേറെ വഴിയില്ലല്ലോ. അതുപോലെ വാര്യരങ്കിളിന് നാളെ വരാൻ തടസ്സമൊന്നുമില്ലെങ്കിൽ നീ അവിടെ നിൽക്ക്. ഇനി ഇങ്ങോട്ട് വരണ്ട.
എന്തിനാ ഓരോരുത്തരുടെ ദുർമുഖം കാണുന്നത്? ഉമ്മ അവിടെ ഉണ്ടല്ലോ. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ദോഷഫലം ചേച്ചിക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരില്ലേ? കാര്യം അറിയുമ്പോ ഇവിടെ ഉള്ളവർ വെറുതെ ഇരിക്കൂ. ഇപ്പൊ ഉള്ളതിൽ കൂടുതലായി എന്തനുഭവിക്കാനാ ഗംഗെ? ആട്ടും തുപ്പും ഇല്ലാത്ത ദിവസമുണ്ടോ? എനിക്കാകെ ശീലമായി. അതൊന്നും നീ ആലോചിക്കണ്ട. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ. ഗീതേച്ചി ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഇങ്ങനൊരു ജീവിതമായിരുന്നില്ല ചേച്ചിക്ക് കിട്ടേണ്ടിയിരുന്നത്. പാഴായി പോയ സ്വപ്നങ്ങളെപ്പറ്റി ഇനി പറഞ്ഞിട്ടെന്താ? ഞാനതൊന്നും ഓർക്കാറില്ല. എന്തിനാ കൂടുതൽ വിഷമം ക്ഷണിച്ചു വരുത്തുന്നത്? ചെറിയൊരു പ്രതീക്ഷ ബാക്കിയുള്ളത് അമ്മയുടെ കാര്യത്തിലാ. നീ പുറത്തു നിന്നാ എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. അതാണ് എന്റെ ലക്ഷ്യം. ആദ്യം നിന്റെ നിലനിൽപ്പ് സുരക്ഷിതാവട്ടെ. ഈ യാത്ര കൊണ്ട് അതിനുള്ള വഴി തുറക്കുമെന്ന എന്റെ പ്രതീക്ഷ. ഞാൻ പ്രാർത്ഥിക്കാം. ചെല്ല്. അവിടെ നിന്നേ. എങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി? ഞാനൊന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചു. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ടാന്ന്? ഗീതേച്ചിയോട് പറഞ്ഞു. അതിന് ഗീതയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? എന്താ ഇവിടെ? എന്താ സൗദാമിനി? ദാ നിക്കുന്ന കണ്ടില്ലേ? ഗീതാ മാഡത്തിനോട് അനുവാദം വാങ്ങി പുറത്തേക്ക് പോവാണത്രേ. ആ മാഡം എത്തിയല്ലോ. എന്താ അമ്മേ? ആ അതാ ഞാനും ചോദിക്കുന്നേ. ഇവക്ക് പുറത്തു പോകാൻ നീ പെർമിഷൻ കൊടുത്തോ? ഗീതയോടാണ് ചോദിച്ചത്. അമ്മേ, ഞാൻ മറ്റെവിടേക്കുമല്ല. ഉമയെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. ഉമയോ? അത് ശരി. ഉമയെ കാണാനാണെങ്കിലും മഹേശ്വരനെ കാണാനാണെങ്കിലും പഴയ പോലെ അഴിഞ്ഞാടി നടക്കാൻ ഈ വീട്ടിൽ പറ്റില്ല. ആന്റി, എന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഒന്നുകൂടി വ്യക്തമാക്കാം. നിന്റെ തരികിട പരിപാടി ഒന്നും ഇവിടെ വില പോവില്ലാന്ന്. അതെ, ഈ ഉമ്മയുമായിട്ടുള്ള നിന്റെ കൂടിക്കാഴ്ച എവിടെയാ പ്ലാൻ ചെയ്തിരിക്കുന്നേ? നീ വാര്യരുടെ വീട്ടിലേക്ക് ചെല്ലുവോ അതോ അവള് മറ്റെവിടേക്കെങ്കിലും വരുവോ? ഞാൻ അങ്ങോട്ട് പോകാന്നാ ഉദ്ദേശിക്കുന്നത്. എന്നാലേ ആ ഉദ്ദേശം വേണ്ട. കേട്ടോ സൗദാമിനി, ഈ ഉമാന്ന് പറയുന്നവളെ ആള് ഓവർ സ്മാർട്ട്. നമ്മൾ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കയറി ചില പ്രസ്താവനകൾ നടത്തിക്കളയും. സ്ത്രീ ശാക്തീകരണത്തിന്റെ ആളാന്നാ തോന്നുന്നത്. ഇവരാണെങ്കിൽ വലിയ ഫ്രണ്ട്സാ. കല്യാണ തലേന്ന് മെഡിക്കൽ ലാബിൽ വെച്ച് ഞാനവരെ കണ്ട കാര്യം പറഞ്ഞതല്ലേ. ഇപ്പം ഉമയെ കാണുന്നതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണാവോ? ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ 2 ചുരിദാർ അവിടെയാ, അതെടുക്കണം. പിന്നെ എല്ലാവരും ഒന്ന് കാണണം. അതൊന്നും അല്ല, ഇവള് കള്ളം പറയാ. വേറെ എന്തോ ഗൂഢാലോചന ഉണ്ട്. ഒന്നുമില്ലമ്മേ. രണ്ടുപേരും കൂടി ഞങ്ങളെ അങ്ങ് വിഡ്ഢികളാക്കാന്ന് വിചാരിക്കണ്ട. ഇവരച്ഛനും മോനും ശുപാർശ ചെയ്തതിന്റെ പേര് മാത്രമാണ് ഞാൻ നേരത്തെ ക്ഷമിച്ചത്. അതെന്റെ ദൗർബല്യമാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റുന്നതാ നല്ലത്. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? കോട്ടയെന്ന് വിചാരിച്ചപ്പോ തനി സ്വഭാവം എടുക്കുന്ന കണ്ടോ? മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിരിക്കുന്നവള്. അതെ, പിന്നെ ഇവിടെ നിന്ന് ചൂട് വെക്കുന്ന എന്തിനാ? ഇപ്പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? ഊരു ചുറ്റല് വേണ്ട. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഈ വീടിന്റെ മുറ്റത്ത് പോലും നീ ഇറങ്ങാൻ പാടില്ല. നീ എന്താടി ഒന്നും അറിയാത്ത ഭാഗത്ത് മിണ്ടാതെ നിൽക്കുന്നേ? അനിയത്തിയുടെ മുമ്പേ ആളാവാന്ന് വിചാരിച്ചോ? എന്ത് ധൈര്യത്തിലാടി ഇവളെ പുറത്തു വിടാൻ തീരുമാനിച്ചത്? അതോ നീ എന്തെങ്കിലും ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ഇവളെ പുറത്തു വിടാനുള്ള പദ്ധതി തയ്യാറാക്കിയോ? ആ ദേ നോക്ക്, ഇത്തരം പരിപാടികൾ ഇന്നുകൊണ്ടങ്ങ് നിർത്തിക്കോണം. രണ്ടുപേരും കയറി പോ 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 പോ. ചേടാ, കണ്ടില്ലായിരുന്നെങ്കിൽ അവള് പോവായിരുന്നു. മര്യാദയില്ലാത്ത സാധനങ്ങള്. അതല്ല പ്രശ്നം. ഗംഗ ഈ മതിലിന് വെളിയിൽ ഇറങ്ങുന്നത് നമുക്ക് പാരയായിട്ട് വരും. ഇവിടെ നടക്കുന്ന കാര്യങ്ങള് പുറത്തറിയില്ലേ? അതാ വാർഡ് മെമ്പറിന്റെ ചെവിയിലെങ്ങാനും ചെന്ന് പെട്ടാലേ കുഴപ്പമാവും. അയാൾ ഇടപെടും. അമ്മയും മക്കളും ഇവിടെ ഓക്കെ ആണെന്നും
ഹാപ്പി ആണെന്നുമാണ് എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ അല്ലാന്നറിഞ്ഞാല് പ്രശ്നമാവും. രണ്ടിനെയും നീ വാച്ച് ചെയ്തോണം. ആ, എന്റെ കണ്ണു വെട്ടിച്ച് അവൾ ഇനി എങ്ങും പോവില്ല. അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. പവിത്രേട്ടനുണ്ടല്ലോ കൂടെ. ആ, വരുന്നുണ്ട്. MLA കണ്ടോ അമ്മേ? കണ്ടു. തൊഴുത് സ്വീകരിക്കുകയും പൂവിട്ട് പൂജിക്കുകയും ഒക്കെ ചെയ്തു. എന്താ മതിയോ? അന്തവും കുന്തവും ഇല്ലാത്തവന്റെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ട് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാനൊന്നും പറയുന്നില്ല. എന്തൊരു ചൂട്. എന്താ കാര്യം? നിന്റെ തള്ളയ്ക്ക് വട്ട. വകതിരിവില്ലാത്ത അവരെയും കൊണ്ടുപോയ ഞാനാ നാണം കെട്ടത്. അപ്പൊ MLA കണ്ടില്ലേ? കാണാൻ പറ്റിയില്ലെന്ന്. അതിന് അവിടെ വെച്ച് അംഗം തുടങ്ങിയില്ലേ തള്ള. സുലോനെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങട്, അതെങ്കിലും കുടിക്കട്ടെ. എന്തൊരു ചൂട്. എന്താ കുമ്മയ്ക്ക്? പോയ കാര്യം എന്തെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അമ്മേ ചോദിക്കുന്നത്. എന്നാ കേട്ടോ, ഞങ്ങള് ചെല്ലുമ്പോ ഏതോ ഒരു മുടിഞ്ഞ നേതാവുമായിട്ട് സംസാരിക്കായിരുന്നു ഈ MLA. മണിക്കൂറുകളാ കാത്തിരുന്ന്. ആ തെണ്ടി പോയിട്ട് MLA കാണാൻ സമ്മതിച്ചില്ല. വലിയ വീരവാദം പറഞ്ഞു പോയ പവിത്രൻ ആ ഭാഗത്തെങ്ങും കണ്ടില്ല. അയ്യേ, അവൻ MLA ആയിട്ട് പുലബന്ധം പോലുമില്ല. വായി നോക്കി പണ്ടാരം. ഒടുക്കെ MLAയുടെ സെക്രട്ടറി ആണെന്നും പറഞ്ഞു വന്ന ഒരു വായി നോക്കിടായി പരാതി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. അയ്യോ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ചുമ്മാ വണ്ടിക്കൂലി മുടക്കി പോയത് മിച്ചം. MLA കണ്ട് ഇപ്പൊ തന്നെ അങ്ങ് ശരിയാക്കി കളയും പോലും. അയ്യോ, ഇങ്ങനെ ഒരു തലതിരിഞ്ഞ മരുമകൻ എനിക്ക് കിട്ടിയല്ലോ എന്റെ ദേവി. എന്റെ ദൈവമേ. തൃപ്തിയായോടി? എന്നാ പോ. നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണ്. അനിവാര്യമായ ദുരന്തങ്ങളുടെ സഹയാത്രികയാകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഗംഗ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണേ.